ഹലോ, സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തിങ്കളാഴ്ച 2 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ കേക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. രണ്ടും അതിൽ തന്നെ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. ഒരേ കസ്റ്റമർക്ക് തന്നെയാണ് കേട്ടോ 2 കേക്കും വേണ്ടത്. ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടീൻ്റെ 6 മാസം തികയാണ്. അപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് കേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ½ kg തന്നെ 2 ½ kgയിലാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ½ kg ബ്ലാക്ക് ഫോറസ്റ്റ് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു ഒരേ ഹസ്ബൻഡിൻ്റെ. അപ്പോൾ അതിന് കേട്ടോ. അപ്പോൾ ഡിസൈനൊന്നും ബർത്ത്ഡേൻ്റെ കേക്കിൻ്റെ ഡിസൈനൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇഷ്ടമുള്ള പോലെ ചെയ്തോളി എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വാവേൻ്റെ കേക്കിന് ചില ഡിസൈനൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ. അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കളറും തീമൊക്കെ അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിൽ ഫോണ്ടൻ്റ് വർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ കേക്ക് ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യണത് തിങ്കളാഴ്ച പുലർച്ചെയാണ് കേട്ടോ. പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നീച്ചിട്ടാണ് ഈ ചെയ്യണത്. സ്പഞ്ച് തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നിട്ട് പിന്നെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തത് പുലർച്ചെയാണ് കേട്ടോ. ഞാൻ ഞായറാഴ്ച കുറച്ച് വൈകിയാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ പിന്നെ അന്ന് സ്പഞ്ച് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ക്രീമൊക്കെ പിറ്റേന്നാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിച്ചേക്കിനെ നീച്ചു, കാരണം മൺഡേ അല്ലേ, കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോകാനാകുമ്പോഴത്തേന് ചോറും കറിയൊക്കെ ആക്കും വേണം. അപ്പോൾ ഞാനതൊക്കെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മക്കളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആവാൻ നേരത്താണ് പിന്നെ ഞാൻ ക്രീം അപ്ലൈ ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോഴത്തേന് പലിച്ചയ്ക്ക് ഇതാക്കി വെച്ചതല്ലേ, അപ്പോൾ പിന്നെ നല്ലോണം സെറ്റായിട്ടുണ്ടാകും. അപ്പം ഞാൻ ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ കുഞ്ഞുവാവേൻ്റെ കേക്കിൻ്റെത് ബ്ലൂ കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആൺകുട്ടിയാണ്, വേദിക് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഹാഫ് കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് രണ്ടും ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. എന്താണെങ്കിലും നന്നായിട്ടുണ്ടെങ്കിലും നന്നായിട്ടില്ലെങ്കിലും ഒക്കെ ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ ഫുള്ള് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അവരയച്ചെന്ന പിക്കിലുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ടെഡീനെ ഫോണ്ടൻറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടൻറ്റ് വർക്ക് വേണ്ട പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ടെഡി ഞാൻ കടയിൽ അന്വേഷിച്ചു കേട്ടോ. 2 കടയിൽ ചോദിച്ചു. അപ്പോൾ അവിടെ ഒന്നും ഇല്ല പറഞ്ഞു. ചെറിയ ഡോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ മിക്കി മൗസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണേ. പിന്നെ ബാക്കി വർക്ക് ചെയ്യണതൊന്നും ഞാൻ വീഡിയോസ് അങ്ങനെ കണ്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഫൈനൽ ലുക്കാണ് കേട്ടോ. അത് കുറച്ച് 2 ബട്ടർഫ്ലൈനും വെച്ച് കൊടുത്തിട്ടുണ്ട്, മിക്കി മൗസിൻ്റെ അതും വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഷുഗർ ബോൾസും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ കേക്ക് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇതിൻ്റെ ഫോട്ടോ എടുത്തില്ലല്ലോ, വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് അത് പോയി എടുത്തതാട്ടോ. ഞാൻ അല്ലാതെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോസ് ഞാൻ വേറെ കാണിക്കാം കേട്ടോ. പിന്നെ ഇനി അടുത്ത ബർത്ത്ഡേ കേക്കിൻ്റെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ആയതുകൊണ്ട് സുഖമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കണതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മുടെ ചാനലിലുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എനിക്കറിയണ രീതിയിലാണ് കേട്ടോ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും ഇത് കാണുന്ന കുറേ ബേക്കേഴ്സ് ഉണ്ടാവും, ഒത്തിരി അറിയണവർ ഒത്തിരി പേരുണ്ടാവും. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. എനിക്കറിയണ പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിലും തന്നെ ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടു. അതിൽ ഞാൻ വൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വൈറ്റും പിന്നെ എന്തെങ്കിലും ഫ്ലവറും ചെയ്ത് എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ ഒക്കെ ഫിനിഷൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഡിസൈൻ കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ക്യാമറ കുറച്ച് അപ്പുറത്തായി പോയില്ലേ, കാണുന്നില്ലല്ലേ. ഞാനൊരു സ്കെയിലിൻ്റെ കുറച്ച് നീളമുള്ളത് സ്കെയിലിൽ ഇങ്ങനെ 2 കളറ്, ഒരു ലൈറ്റ്
ഗ്രീനും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുമാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. വല്ലാതെ കളർ കൂട്ടിയിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് പുറത്ത് കൊടുക്കാനുള്ളതല്ലേ. പിന്നെ അവർ കളറിൻ്റെ ഇതൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. നമ്മൾ കളർ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞെങ്കിലല്ലേ നമ്മൾ അത്ര ഡാർക്ക് കളറൊക്കെ ആക്കി അങ്ങനെയൊക്കെ ആക്കണ്ടുള്ളൂ വിചാരിച്ചുകൊണ്ട് ഞാൻ ലൈറ്റ് കളറാക്കിയിട്ടാണ് കൊടുത്തത് കേട്ടോ. ചെറിയ തോതിലുള്ള കളർ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ മുകളിലായിട്ട് 2 കളറും വെച്ചിട്ട് തന്നെ റോസും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ വർക്ക് അങ്ങനെ വിചാരിച്ചത് കേട്ടോ. അപ്പം ഞാൻ അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, കാരണം എനിക്കിഷ്ടപ്പെട്ടൊരു മേഖലയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുക പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. എന്തായാലും കേക്കൊക്കെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ പിന്നെ ചെറിയ അടിയിൽ കൂടെ ബോർഡറിലായിട്ട് ചെറിയ ഫ്ലവറും വരച്ചു കൊടുത്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ചു. പിന്നെ അച്ചാന്ന് എഴുതാനാണ് കേട്ടോ പറഞ്ഞത്, അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 2 കേക്കിൻ്റെയും ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. വാവേൻ്റെ കേക്കിൻ്റെ ടോപ്പർ വെച്ചിട്ടില്ല കേട്ടോ, ലാസ്റ്റാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ മറന്നുപോയി. അത് ഞാൻ ലാസ്റ്റ് നമുക്ക് കൊണ്ടുപോകാൻ നേരത്ത് വെക്കാമല്ലോ വിചാരിച്ചും കണ്ട് അങ്ങനെ, അപ്പോൾ എടുത്തപ്പോൾ വിട്ടുപോയി. അപ്പോൾ അവർ ഈവനിങ് മതി എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പേരെന്താ എഴുതേണ്ടത് എന്നൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സെറ്റായിട്ടുണ്ടെങ്കിൽ ഏട്ടനിപ്പോൾ ഫ്രീ ആണ്, അപ്പോൾ നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നോളി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെ കുറച്ച് പോയാൽ മതി, അപ്പോൾ അവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ കേട്ടോ. അവിടേക്ക് അവർ വരാമെന്ന് പറഞ്ഞു, പകുതി വഴിക്കൽ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ കേക്കൊക്കെ ബോക്സിലാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ വെക്കുമ്പോൾ നമുക്കൊരു പേടിയാണല്ലേ, സത്യം പറയട്ടെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ബോക്സിൽ വെക്കാനും. അത് കൊണ്ടുപോയി അവരെ കയ്യിലെത്തുന്ന വരെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ആക്കി പിന്നെ ഞങ്ങൾ കാറിലാണ് കേട്ടോ കൊണ്ടുവരുന്നത്. 2 ഉണ്ടായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ബൈക്കിൽ പിടിച്ചാൽ മതി എന്നൊക്കെ, പക്ഷേ എനിക്കെന്തോ ഒരു ടെൻഷൻ. അപ്പോൾ പിന്നെ ഞാൻ കാറ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അന്ന് പിന്നെ ഏട്ടനുണ്ടായതുകൊണ്ട് ഭാഗ്യം. പിന്നെ അവരെ പകുതി വഴിക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. പിന്നെ ഓരോ ഹസ്ബൻഡ് തന്നെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് ഞാൻ കേക്കൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അപ്പോൾ കുഞ്ഞുവാവയും വന്നിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞുവാവേൻ്റെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അവർക്ക് കേക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ അവർ പിന്നെ രാത്രി കട്ട് ചെയ്യണ വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ മോന് സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ചെറുതാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ, അവൻ അയക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും സന്തോഷം. പിന്നെ അവരുടെ അഭിപ്രായം കേട്ടപ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്കും എൻ്റെ കേക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതണു, എൻ്റെ വീഡിയോസും ഇഷ്ടമായി എന്ന് കരുതണു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എനിക്ക് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്